ഹലോ ഗൈസ്, ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വാർത്ത കേട്ടിട്ട് ഞെട്ടും. ഒരു സംശയമില്ല, ഞെട്ടാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ജോസഫ് എന്നുള്ള സിനിമയ്ക്കകത്ത് ഉള്ള അവയവ മാഫിയയെക്കുറിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വൈകാരികമായിട്ടാണ് നമ്മൾ ആ ഒരു സിനിമ അനുഭവിച്ചത്. നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു ആ ഒരു സിനിമ പോയത്. എന്നാൽ അതേ കാര്യം ഈ 2025 ഈ കാലഘട്ടത്തിൻ്റെ നമ്മുടെ എത്തി നിൽക്കുമ്പോഴും അത് തുടർന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ അവയവം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് സിനിമയിൽ പോലും ഇങ്ങനെ സാധനം ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ബാക്കി നിങ്ങൾ അവർ നേരിട്ട് പറയുന്നൊരു കാര്യം നിങ്ങൾ കേട്ടു വെക്കുക. ഒരു പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ നടന്നൊരു കാര്യമാണ്. ആ ഹോസ്പിറ്റലിൻ്റെ പേരടക്കം അവർ പറയുന്നുണ്ട്. ഇതിനെതിരെ നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. അവർക്ക് നീതി കിട്ടട്ടെ, അവരുടെ ഭാവം ശരിയാണെങ്കിൽ നീതി കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തുടക്കം കാണാം. ഒരു പച്ചയായ ജീവനിൽ നിന്നും ഒരു കണ്ണ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിരിക്കുകയാണ്. പൈസ എത്ര ഒരു വാങ്ങിക്കോട്ടെ, എന്നാലും അവരുടെ അവയവം തിരിച്ച് എടുക്കുക എന്നുള്ള ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ നിങ്ങൾ അവയവം സൂക്ഷിച്ചുകൊള്ളുക. അവയവം സൂക്ഷിച്ചു കൊള്ളുക എന്ന ഒരു വാണിംഗ് അദ്ദേഹം തരികയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹമല്ല അവിടുത്തെ വിക്ടിമായിരിക്കുന്നത്, അഥവാ ഇരയായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീയാണ്. അവിടെ എന്ത് അവയവമാണ് പോയെന്നുള്ള കാര്യം അവർ തന്നെ പറയും. നമുക്ക് കേൾക്കാം. ആ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്ര സഹിക്കാൻ വയ്യാഞ്ഞാണ് ഇപ്പോൾ ഹോസ്പിറ്റലിനെ പേര് പറഞ്ഞത്. അവരെ ആക്ഷേപിക്കണം എന്നുള്ള ആഗ്രഹം ഒന്നും ഞങ്ങൾക്കില്ല. അമ്മയുടെ കയ്യിലിരിക്കുന്ന എന്താ? ഇതെൻ്റെ കണ്ണാണ്. കണ്ടോ? ഇത് ഈ അമ്മ അവരുടെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു? അവരുടെ കണ്ണാണ്. അവരുടെ കണ്ണ് അവരുടെ കയ്യിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? കണ്ണാണ് ഇത്. ഒറിജിനൽ കണ്ണല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് കണ്ണാണ്. അതായത് 15 വർഷം മുമ്പ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ ഒരു പനിയായിട്ട് പോയതായിരുന്നു ഈ അമ്മ. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു കൗണ്ട് കുറവായതുകൊണ്ട് ബ്ലഡ് കുത്തിയിടണമെന്ന്. ഈ അമ്മയ്ക്ക് ഒരു കുപ്പി ബ്ലഡ് കുത്തിയിട്ടതിന് ശേഷം തലയ്ക്കൊരു ഒച്ചയോടെ ഈ കണ്ണിൽ കൂടെ ബ്ലഡ് പുറത്തേക്ക് ചാടാൻ തുടങ്ങി. ഇവരുടെ അനുവാദമില്ലാതെ ഇപ്പോൾ വച്ചേക്കുന്ന കൃത്രിമ കണ്ണാണ് നിങ്ങൾ ആ കയ്യിൽ കാണുന്നത്. അതായത് ആ സ്ത്രീയുടെ ഒരു കണ്ണ് പോയിരിക്കുന്നു. കണ്ണുണ്ടെങ്കിലേ കണ്ണിൻ്റെ വിലയറിയൂ. കണ്ണിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറയും. നമ്മൾ ഈ ലോകത്തിനെ കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് കണ്ണിലൂടെയാണ്. ആ കാഴ്ച ഇല്ലാതായി കഴിഞ്ഞുള്ള അവസ്ഥ കണ്ണുള്ളവർക്ക്, കണ്ണുണ്ടായിട്ട് പിന്നീട് തിമിരം വരികയോ കണ്ണ് അന്ധതയിലേക്ക് പോകുമ്പോഴുള്ളൊരവസ്ഥ നമുക്കറിയാം. കണ്ണ് ഉണ്ടായിട്ടും കാണാൻ കഴിയാത്തവരെ നമുക്കറിയാം. എന്നാൽ കണ്ണുണ്ടായിരിക്കവേ തന്നെ ആ ഒരു തരത്തിലൊരു പ്രശ്നവും കണ്ണിനില്ലാത്തപ്പോൾ തലവേദനയോ എന്തോ ഒരു അസുഖമായിട്ട് തിരുവനന്തപുരം കിംസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥകളൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരാണ്. അതുവരെ നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ അവർ പറയുന്നത് അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് അടക്കം വെച്ചാണ് പറയുന്നത്. ആ ഹോസ്പിറ്റലിൽ തലവേദനയും മറ്റ് രോഗമായിട്ട് അവിടെ പോവുകയും അതിനുശേഷം അവിടെ എന്തോ ഒരു മരുന്ന് കുത്തിവയ്ക്കുകയും അതിനുശേഷം അവരുടെ കണ്ണിൽ നിന്നും ചോര വന്നു തുടങ്ങുകയും ആ കണ്ണ് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് ആരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്? ഇങ്ങനൊരു സംഭവം ഞാൻ എൻ്റെ ചരിത്രത്തിൽ, എൻ്റെ ജീവിതത്തിൽ എങ്ങും ഞാൻ വായിച്ചിട്ട് പോലും ഇങ്ങനെ കണ്ണ് പോയിട്ടുള്ളൊരു കാര്യം എനിക്കറിയത്തില്ല. ഇനി ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവും, മെഡിക്കൽ വിദ്യാർത്ഥികളോ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പരിജ്ഞാനമുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള സാധ്യത ഉണ്ടോ? അതോ ഇത് ചിലപ്പോൾ ഇവർ വെറുതെ ആരോപണം ഉന്നയിക്കുന്നത് മാത്രമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതും ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് സത്യം അറിയത്തില്ല, അവരാണ് അനുഭവിച്ചിരിക്കുന്നത്. കുടുംബക്കാരുടെ അനുവാദമില്ലാതെ കിംസ് ഹോസ്പിറ്റലിൽ ഈ അമ്മയുടെ കണ്ണ് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും. കുടുംബക്കാരുടെ അനുവാദമില്ലാതെ ആ കണ്ണ് പൂർണ്ണമായി എടുത്തു കളഞ്ഞു. അതായത് അവരുടെ ശരീരത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുകയും ആ ഇഞ്ചക്ഷൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് അവരുടെ കണ്ണിൽ ഇവിടെ ചോര വരികയും അവസാനം വീട്ടുകാരുടെ എനിക്കൊന്നും ഉള്ളിലെ ധമനികളോ മറ്റുള്ള രക്തക്കുഴലുകളോ എന്തോ പൊട്ടുന്നൊരു ആന്തരിക രക്തസ്രാവമോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാവാനുള്ള സാഹചര്യം വന്നു. ഒടുവിൽ ആ കണ്ണിനെ അവരുടെ ആരുടെയും പെർമിഷൻ ഇല്ലാതെ ഇവരെടുത്ത് മാറ്റി എന്നാണ് പറയുന്നത്. എത്ര ക്രൂരമാണ്! ഒരാളുടെ കാഴ്ചയെ അവരുടെ അനുവാദമില്ലാതെ തന്നെ ഇതെടുത്ത് എന്നേക്കുമായിട്ട് എടുത്ത് കളയുക എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ കണ്ണില്ല. ഒരു പനിയെ തുടർന്ന് പോയിട്ട് ഇങ്ങോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. അതാണ് ഇവരുടെ ആ ഒരു സൈഡിൽ ഇവിടുത്തെ കണ്ണില്ല. എന്തുവാണ് ഇത്? എന്തു ഭയാനകമല്ലേ, ഭീകരമല്ലേ? അവിടെ ആ ഒരു സ്ഥലത്ത് കണ്ണില്ലാത്തതിൻ്റെ ആ ഭാഗത്ത് ഒരു ഡമ്മി കണ്ണ് മാത്രം എൻ്റെ അകത്തേക്ക് ഇട്ട് കയറ്റി വെച്ചിട്ട് അവർ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ചു. എന്തുമാത്രം ബാലൻസ് പോയിട്ടുണ്ട്. ഒരു കണ്ണിലൂടെ നിങ്ങൾ നടന്നു നോക്കിയേ. നിങ്ങൾ എവിടെയെങ്കിലും നടക്കുമ്പോൾ 2 കണ്ണുണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ണ് പോകുമ്പോഴുള്ള അവസ്ഥയാണ്. ഒന്നും വേണ്ട, ഒരു കണ്ണ് അടച്ചുകൊണ്ട് നിങ്ങൾ എത്ര ദൂരം നടക്കാൻ വേണ്ടിയിട്ട് പറ്റും? പരിമിതിയുണ്ട്. സോ അവരനുഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. പോയതാണ് ഇവിടുന്ന്. ജസ്റ്റ് ഒരു പനിയും പറയലും
കിംസ് ഹോസ്പിറ്റലിനെതിരെ 15 വർഷമായിട്ട് ഈ ഒരു കുടുംബം പോരാടുകയാണ്. പണത്തിന്റെ ഹുങ്ക് കാരണം ഒരു തരത്തിൽ 15 വർഷത്തിന് മുമ്പ് സംഭവിച്ചിട്ടുള്ളതാണ്. 15 വർഷങ്ങൾക്ക് ഇന്നേക്ക് 2010 നടന്നിട്ടുള്ള കാര്യം, ഇന്ന് 2025. അപ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യത്തിന് ഇന്നും അവർക്ക് അതിനകത്തൊരു നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ പിന്നാലെ അത് എന്തെങ്കിലും കേസുകളോ മറ്റുള്ള കാര്യങ്ങളോ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊക്കെ ഇനി അവർ തന്നെ പറയട്ടെ. എനിക്കൊരു പനി വന്ന് കൗണ്ട് കുറഞ്ഞ പനി വന്ന് ബ്ലഡ് ഇടാനാന്നും പറഞ്ഞ് പോയതാണ്. അവിടെ ചെന്ന് ബ്ലഡ് ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അന്ന് ഈ കൈ ഇങ്ങനെ പൊത്തി. പിന്നെ എന്ത് സംഭവിച്ചെന്നും എന്ത് ചെയ്തെന്നും എനിക്കറിയത്തില്ല. പിന്നെ കണ്ണെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പച്ച നെറ്റിട്ട് അവർ മറച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ എല്ലാം ചേട്ടനോട് അവർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഇതായി കണ്ണെടുത്തെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്. ഈ പനിയും വിറയിലുമായിട്ടൊക്കെ പോയൊരു സ്ത്രീ അവരുടെ അനുവാദമോ അവരുടെ വീട്ടുകാരുടെ അനുവാദമോ ഒന്നും ഇല്ലാതെ ഈ മരുന്ന് കൗണ്ട് കുറയുകയൊക്കെ ചെയ്ത സമയത്ത് അവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ വയ്ക്കുകയും അതിനുശേഷം പെട്ടെന്ന് ആ കണ്ണ് അവിടെ നിന്ന് ചോര വരികയും ചെയ്ത് അവരോടൊന്ന് പെർമിഷൻ ചോദിക്കാതെയൊക്കെ ആ കണ്ണെടുത്ത് മാറ്റിയെന്ന് പറയും. എന്തുവാണ് ഇത്, സിനിമയോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരെയല്ല ഞാൻ പറയുന്നത്, ആ ഹോസ്പിറ്റൽ അധികൃതരുടെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തുവാ ഇത്? അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഇത്രയും വർഷമായിട്ട് നീതി കിട്ടിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പൈസയുടെ ഹുങ്ക് തന്നെയാണോ? ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് കാണുന്ന കുറേ വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ മറ്റുള്ള പല ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ നീതിയുടെ ഭാഗമായിട്ട് സ്റ്റേഷനുകളിലോ മറ്റുള്ള പല സ്ഥലങ്ങളിലോ ഒക്കെ പോയിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങൾ നോക്കി നോക്കൂ, ഈ അടുത്ത കാലത്ത് കണ്ട പ്രമാദമായ പല കൊട്ടി ആഘോഷിക്കപ്പെട്ട പല കാര്യങ്ങളിലും പ്രശസ്തി, അതുപോലെ തന്നെ നേരിട്ട് മറ്റേ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണ, ഇങ്ങനെയുള്ളവർക്കല്ലാതെ ആർക്കാണ് നീതി കിട്ടുന്നത്? സാധാരണക്കാർക്ക് നീതി കിട്ടുന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് നിരന്തരം. വർഷങ്ങൾക്ക് ശേഷം എന്ന് കേൾക്കാറുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നുണ്ടോ? എന്നാൽ ഇൻസ്റ്റൻ്റായിട്ടുള്ള പല കാര്യങ്ങളോട് നടക്കുന്നുമുണ്ട്. അതിന് പക്ഷേ എന്താ പറയുക, വലിയ ആളായിരിക്കണം നമ്മൾ. ചെന്ന് ഞാനായിരുന്നു കൂടെ വന്നത്. നമുക്ക് ബോധവും കാര്യങ്ങളൊന്നുമില്ല. ഈ 14-15 വർഷത്തിനകത്ത് അന്ന് 2ാം വർഷം മാത്രമാണ് അവളെ വിസ്തരിച്ചത്. പിന്നെ ഒരു ഡോക്ടറുടെ ഒപ്പീനിയന് വേണ്ടി 7 വർഷം ടോണി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ അങ്കമാലിയിലുള്ള ഡോക്ടറുടെ നിർദ്ദേശത്തിന് വേണ്ടിയിട്ട് ഇവർ അയച്ചതിനൊക്കെ മറുപടി അയക്കത്തില്ല. ഇവർ കുറേ സ്വാധീനിക്കുക ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ എനിക്ക് ലാസ്റ്റ് ഒരു ഡോക്ടർ പകരമില്ല, ഞങ്ങൾ കേസ് തള്ളും എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ സെർച്ച് ചെയ്ത് ഒരു ഡോക്ടറെ വിജയശ്രീ മാഡം എന്ന മാഡത്തിനെ കണ്ടത്. ആ മാഡത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഈ കണ്ണെടുത്തത് കിംസ് ആണെന്ന് അവർ രേഖപ്പെടുത്തിയതിന് ഇപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതായത് ഈ ഒരു കാര്യം ഒരു ഡോക്ടർ വിജയശ്രീ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആ ഒരു കാര്യം മറ്റ് പല ഡോക്ടർമാരെയും ഇവർ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഇവർക്കെതിരെ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡോക്ടർ അത് ചെയ്തപ്പോൾ ആ ഡോക്ടറിനെ ഇപ്പോൾ വേട്ടയാടുന്നു എന്ന് പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെയും ഏത് നിമിഷം വേണമെങ്കിൽ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൊരു ഉദാഹരണം ഉള്ള. അവർ പേടിച്ചിരിക്കുക. ഞങ്ങൾ എന്തോ ചെയ്യുമ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഈ ഒപ്പീനിയന് വേണ്ടി ഇപ്പോൾ കൊടുത്തത് അത് പുറമോട്ട് മാറി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പ്രധാനമന്ത്രി മുതൽ താഴോട്ട് ഞങ്ങൾ ഇനി കൊടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നെ പ്രധാനമന്ത്രി, ഹെൽത്ത് മിനിസ്റ്റർ, ഹെൽത്ത് ഡയറക്ടർ, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ഹെൽത്ത് മന്ത്രി, ഇവരുടെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ വെറുതെ ഇരിക്കത്തില്ല. ഇനി അവരെല്ലാ സ്ഥലങ്ങളിലേക്കും അതിൻ്റെ പരാതികൾ കൊടുക്കുന്നു. ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് നീതി കിട്ടുന്നില്ല. പകരം അവരെ ഭീഷണിയോ അവർക്ക് സത്യം പറഞ്ഞാൽ അവർ തന്നെ പറഞ്ഞ കാര്യം തുടക്കത്തിൽ കേട്ടിട്ടുണ്ടാകും. അവർക്ക് നീതി കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ വെച്ചിട്ട് അവരുടെ ജീവൻ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത്. എത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നതല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ അലഹബാദിയൊക്കെ സംസാരിച്ച വാക്കുകളിനകത്ത്, രൺവീർ അലഹബാദിയൊക്കെ സംസാരിച്ച വാക്കുകളിനകത്ത്, മറ്റേ എന്താ പറയുക, പാജിയൊക്കെ പറഞ്ഞ വാക്കുകളിനകത്ത് മലയാളികളെ കളിയാക്കിയത് 100% ലിറ്ററസി സാർ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൻ്റെ അകത്തുള്ളൊരു കേരളീയനായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ള, ഭാര്യയ്ക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം, ആ കണ്ണെടുത്ത് മാറ്റിയൊരു കാര്യം, അതിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. അത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. ഇതിന് ആരാണ് ഉത്തരം പറയേണ്ടത്? VS അച്യുതാനന്ദൻ്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഉമ്മൻചാണ്ടി വന്നു, അതിനുശേഷം വീണ്ടും ഇടതുപക്ഷം വന്നു. ഇത്രയും വർഷം കഴിഞ്ഞ് അവർ നിയമ പോരാട്ടത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു? മനുഷ്യാവകാശ കമ്മീഷനിലടക്കം കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും ഒരു തരത്തിലുള്ള നടപടി എടുത്തിട്ടില്ല. അപ്പോൾ എന്താ, എല്ലാം പണത്തിൻ്റെ മുമ്പിൽ മുട്ട മുടങ്ങിയിരിക്കുകയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് വേറെ ഞാൻ കുഞ്ഞു അതിനപ്പുറം ഒന്നുമില്ല.
ഇതെല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ് എല്ലാം ചികിത്സിച്ച്. ഇനിയും ചികിത്സിക്കാൻ എൻ്റെ പണമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ അടുത്ത കണ്ണ് കാഴ്ച പോവുകയാണ്. അതിന് ചികിത്സിക്കാനായിട്ട് പോകണം. മറ്റേ കണ്ണ് മോൾഡ് ഇനി മാറ്റി വെക്കണം. അതിൻ്റെ വലിപ്പം കുറഞ്ഞതനുസരിച്ച് കണ്ണ് കുഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പഴുപ്പും വെള്ളവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കണ്ണിൽ കൂടെ. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഒരു നിമിഷവും പറ്റത്തില്ല. ഈ കണ്ണ് വച്ചേക്കുന്ന ഡമ്മി കണ്ണ് വച്ചേക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറമേ ഉള്ളത് ശരീരത്തിൻ്റെ ആന്തരിക അഥവാ പുറകുവശത്തെ തലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. ആലോചിച്ച് നോക്കണം. കണ്ണ് എന്ന് വെച്ചാൽ ഇതാണ്ട് ഒരു മുട്ടയുടെ അത്ര വലിപ്പം ഉണ്ടെന്നാണ്. അപ്പം അത്രയും വലിയൊരു ഹോളിൻ്റെ അകത്ത് ഒരു ഡമ്മി കണ്ണിട്ടേക്കും അതിൻ്റെ അകത്ത് നിന്നും പഴുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അവരത് അനുഭവിക്കുന്ന വേദന, അടുത്ത കണ്ണിൻ്റെ കാഴ്ച പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി നിയമ പോരാട്ടങ്ങൾ നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും അവർക്ക് നീതി കിട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുമില്ല. നമ്മുടെ മുമ്പിൽ പല ആൾക്കാരും ജീവിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും വേണ്ടിയിട്ട് ഒത്തിരി നമ്മുടെ എന്താ പറയുക പൈസയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തൊഴുത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സ്വന്തം കണ്ണിനെടുത്ത് മാറ്റിയിട്ട് അവർക്ക് അവരുടെ നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാ വഴികളിലും തേടിയിട്ട് ആരും സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ കഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇതിനൊരു പ്രത്യേക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കുമില്ല. പക്ഷേ ഇത് കണ്ടിട്ട് അതല്ലെങ്കിൽ എനിക്കെന്തോ കാണാതെ പോകാൻ തോന്നിയിട്ടില്ല. ഞാൻ ചിന്തിച്ചത് എൻ്റെ അമ്മയ്ക്കും വയ്യാത്തൊരു സ്ത്രീയാണ്. ഞങ്ങൾ ആ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ എങ്ങാനും അമ്മയ്ക്ക് സംഭവിക്കുന്നു എന്നുള്ളത് അവസ്ഥ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ സംഭവിക്കുന്നു വിചാരിച്ച് നോക്കുക. എന്തായിരിക്കും ചെയ്യുക? എൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് എൻ്റെ രീതി അനുസരിച്ചിട്ട് സത്യമായിട്ട് ഞാൻ പറയാം, അതിനെ ഇത്രയും കാലമൊന്നും ഞാൻ കാത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുകൂടിയില്ല. അങ്ങനെ ഒരു നീതി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് ഞാൻ എൻ്റേതായിട്ടുള്ള വഴികൾ തന്നെ തേടുമെന്നുള്ള കാര്യമാണ് സത്യസന്ധമായിട്ട് ഞാൻ പറയാം. അതങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങളിൽ ചില മനുഷ്യരെങ്കിലും അവർ നീതിക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം. ഒരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള കൊലപാതകിയെ അച്ഛൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം വെടിവെച്ച് കൊന്നു എന്നാണ് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു മനുഷ്യനാണ്. ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ പോയേണ്ടി വരുന്ന മനുഷ്യൻ്റെ ബലഹീനതയല്ല, അല്ലെങ്കിൽ അവൻ്റെ അമിതമായ ഇമോഷനൊന്നുമല്ല, നീതിയുടെയും മുമ്പിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൈനീട്ടിയിട്ടും അത് കണ്ണടച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. മനുഷ്യൻ നിയമം കയ്യിലെടുക്കണമെന്ന് ഒരിക്കലും ഞാൻ ആരോടും പറയത്തില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇനി പറയത്തുമില്ല. പക്ഷേ എനിക്കങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ സാങ്കല്പികമായിട്ട് തന്നെ പറയുകയാണ്. പക്ഷേ അവർക്ക് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇത്രയും വർഷത്തിന് ശേഷവും അത് നീതി കിട്ടിയിട്ടില്ല എങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കും ആർക്കും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ. അതോ നിങ്ങൾ ഇതുപോലുള്ള ഹോസ്പിറ്റലുകളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.